ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വൈക്കത്ത് ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അതിന് പോവുകയാണേ. നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണമെന്ന് ഓർത്തെയാണ്. കാരണം നമുക്ക് വൈക്കം അമ്പലത്തിലൂടെയൊക്കെ മഹാദേവ ക്ഷേത്രത്തിലൂടെയൊക്കെ കയറിയിട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഒരു 6 മണിയായി നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കേട്ടോ. ഇതിപ്പോൾ തണ്ണീർമുഖം ബണ്ടാണ് ഇപ്പം നമ്മൾ കണ്ടത്. നമ്മൾ വൈക്കത്തെത്തി. അപ്പം ക്ഷേത്രത്തിൽ കയറുന്നതിന് മുന്നേ കുറച്ച് ടൈമായിരുന്നു. ഇപ്പോൾ പിള്ളേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി നല്ല അടിപൊളി മസാല ദോശയും പൂരിയാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അമ്പലത്തിലോട്ടാണേ തൊഴാൻ വന്നതാണ് കേട്ടോ. നല്ല വെയിലായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ തുലാഭാരം നടക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചോറൂണൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കധികം ടൈം ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ തൊഴുത് ജസ്റ്റ് അവിടേക്ക് ഒന്ന് റൗണ്ട് അടിച്ച് പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു ചെയ്തത്. കാരണം ഹസ്ബൻഡിന് ഒരു അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് തൃപ്പൂണിത്തുറയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ട് നിന്നിട്ട് നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൽ കല്യാണം, കൂടെ ജോലി ചെയ്യുന്ന അവിടെ കല്യാണം. അവിടെ പോയാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായത്. അപ്പം പുള്ളിക്കാരന് എന്തായിരുന്നു മീറ്റിങ്ങിന് പോയതുകൊണ്ട് നമ്മൾ കല്യാണ വീട്ടിലെ ബസ്സിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം. ഫ്രണ്ടിൽ തന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഇത് ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ആപ്പിള് ഒരു ഡ്രിങ്കും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല എന്തായിരുന്നു, തണുത്ത നല്ല സുഖമായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബ്രൈഡിൻ്റെ എൻട്രി ആണേ. നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ പയ്യൻ ആദ്യമേ ഫ്രണ്ടിൽ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബ്രൈഡ് വന്നത്. നല്ല കെട്ട് ടൈമിൽ നല്ല കുറവിടുന്ന ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം കെട്ടണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരാളെ ആണ് പിടിച്ച് കെട്ടിച്ചേക്കുന്നത്. അപ്പോൾ അത് കാരണം ആ കെട്ടുന്ന ടൈമിൽ നല്ല ബഹളമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. നമ്മൾ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ജസ്റ്റ് പിള്ളേർ അവിടെ ഇവിടെയൊക്കെ പിടിച്ചുകൊണ്ട് കൈ ഒന്ന് കഴിക്കണമായിരുന്നു. അങ്ങനെ ബാക്കിലോട്ട് വന്നപ്പോഴാണ് അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഏരിയ കണ്ടത്. അങ്ങനെ അവിടുത്തെ വീഡിയോ എടുത്തത്. അപ്പം നമ്മൾ രണ്ടാമത്തെ പന്തിയിലാണ് ഇരുന്നത്. പിള്ളേരെ പിടിച്ച് ഞാൻ ഫസ്റ്റ് പന്തിയിൽ നമ്മൾ ഇരുന്നതാണ്. പക്ഷേ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. അത് കാരണം നമുക്ക് ആ ഒരു ഇതിൽ ഇരിക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്നത്. അപ്പോൾ അങ്ങനെ അടിപൊളി സദ്യയൊക്കെ, 2 പായസം കൂട്ടി അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ചെക്കൻ്റെ വീട്ടിലോട്ട് വന്നു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വന്ന് അവിടെ തൊട്ടടുത്ത് വൈക്കം ചർച്ച്, അവിടെ തൊട്ടടുത്ത് കായലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ അവിടോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചപ്പം ഒന്ന് ഇറങ്ങിയതാണേ. അപ്പം അങ്ങോട്ട് പോയപ്പം ഭയങ്കര വെയിലായിരുന്നു, ഒരു രക്ഷയില്ല. എന്നാൽ നമ്മൾ രാവിലെ 6 മണി 5:45 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കും പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള വെയിലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അധികം ടൈം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ തൊട്ടടുത്ത് ഇരിക്കാനുള്ള സ്പേസ് ഒന്നും വലുതായിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു വെയിലൊക്കെ ആറിക്കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള വൈബ് നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത്ര സൂപ്പർ സ്ഥലം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ വെയിൽ കാരണം അവിടെ നിൽക്കാൻ പറ്റിയില്ല. നമ്മൾ അന്നേരം തന്നെ അവിടുന്ന് പെട്ടെന്ന് പോവായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയതെന്ന് പറഞ്ഞാൽ വൈക്കം ആരാമലിലാണേ, KTDCയിൽ. ഇത് ചർച്ചിലെ ഗാർഡനാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ഗാർഡൻ സംഭവമൊക്കെ, നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ വർക്ക് ഒക്കെ ചർച്ചിൻ്റെ വർക്കൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ KTDCയിൽ വന്നത്, ആരാമലിൽ. അപ്പം നമ്മൾ ഈവനിങ് റിസപ്ഷനൊന്നും പങ്കെടുക്കുന്നില്ല, വയ്യായിരുന്നു, ക്ഷീണമായിരുന്നു. അപ്പം പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവിടെയും വെയിലായ കാരണം അത് നടന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വണ്ടി അവിടെ ഇട്ടിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ച് പോകാനായിട്ട് ഇങ്ങനെ നമ്മൾ റെഡിയായിട്ട് ഓക്കെ പോകാം എന്നുള്ളൊരിതിൽ. അതെ, എൻ്റെ കോലം കണ്ടോ, ആകെപ്പാടെ വയ്യ. പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ക്ഷീണമൊക്കെയായിരുന്നു. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് പുള്ളി ഭയങ്കര വിളി, മീൻസ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഭയങ്കര വിളി, വന്നേ പറ്റത്തുള്ളൂ, വൈകിട്ട് റിസപ്ഷന് കൂടിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അവസാനം നമ്മൾ അവിടെ വന്ന് എല്ലാം റെഡിയായി സെറ്റായി കഴിഞ്ഞതേ അവരുടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ ചർച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചർച്ചിൽ വേറെ ഇതൊന്നുമില്ല, അവിടെ ആയിരുന്നു റിസപ്ഷൻ. തൊട്ടടുത്ത് തന്നെയാണ് ചർച്ച. അപ്പോൾ നമ്മൾ പിന്നെ ദൂരെയുള്ള ഓഡിറ്റോറിയത്തിലൊക്കെ എന്തിനാണെന്ന് ഉള്ളൊരു ഇത് ശരിക്കും നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അടിപൊളിയായിരുന്നു. നമ്മൾ ചെന്നപ്പോഴേക്കും അവിടെ ബ്രൈഡും ഗ്രൂമും കൂടെ ഫോട്ടോ സെക്ഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അവരുടെ. പിന്നെ പിള്ളേരെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. അതുപോലെ ഫുഡ് അവിടെ ബൊഫേ ആയിരുന്നു കേട്ടോ. നമുക്ക് അപ്പം, ചീനി, മീൻകറി, ബീഫ്, അങ്ങനെ സകലതും, ചിക്കൻ കറിയും ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേണ്ടുന്നതൊക്കെ ഫുഡ് എടുത്തു കഴിച്ചു. കാരണം നമുക്ക് ഒരു 8 മണിയായി. ഞങ്ങൾ പിന്നെ 8-8:15 ആയി നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. നമുക്ക് കായംകുളത്ത് തിരിച്ച് വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡും കാര്യമൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ചെക്കൻ്റെ കൂടെ ഫോട്ടോസും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ വൈകിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് ചെക്കനും പെണ്ണിൻ്റെ എൻട്രി. നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കോപ്പിറൈറ്റ് ഇടുന്നതുകൊണ്ട് മ്യൂസിക് കാര്യങ്ങളൊന്നും എനിക്ക് ഇതിലിടാൻ പറ്റിയില്ല. എന്തായാലും നല്ല അടിപൊളി കല്യാണമായിരുന്നു. കാരണം ഉച്ചയ്ക്കത്തെ ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നുള്ള ഇതും വൈകിട്ട് ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നുള്ള റിസപ്ഷനും ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൊഫെ ആണെങ്കിലും അല്ലാതെ ഡെക്കറേഷൻ ആണെങ്കിലും എല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് 8 മണി വരെ നിന്നതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ പിള്ളേർക്കും ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രൈഡ് ഗ്രൂം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഫോട്ടോ എടുക്കാൻ വിളിച്ചു. പക്ഷേ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. നമ്മളൊന്നും ശരിക്കും റെഡി ആയിട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം രാവിലെ തൊട്ട് വന്നതല്ലേ. അപ്പം തിരിച്ച് പോകാനായിട്ടുള്ളൊരു ഇതിലായിരുന്നു. അതുകൊണ്ട് ഫുഡിൽ റെഡി ആയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കൊണ്ട് വന്നിരിക്കും. ടാറ്റാ ബൈ.